ഹലോ ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇങ്ങനെ ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ട് കുറേ കാലമായി. ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ വീഡിയോസ് ഒന്നും റെക്കോർഡ് ചെയ്യാറ് പോലുമില്ല. അപ്പം നമുക്കൊരു കോഫി ഇട്ടിട്ട് ലൈഫ് അപ്ഡേറ്റ്സ് ഒക്കെ ഒന്ന് കൊടുത്താലോ? ഹേയ് ഗൈസ്, അപ്പം കോഫി കുടിക്കാൻ വേണ്ടി ഞാൻ പോയതാണ്. പക്ഷേ അതിനിടയ്ക്ക് എനിക്കൊരു മീറ്റിംഗ് വന്നപ്പോഴത്തേക്ക് ക്യാമറ എടുത്തൊന്നും ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. ഞാൻ മേളിൽ പോയി ചില്ല് ചെയ്ത് മീറ്റിങ്ങും കൂടി കോഫിയും കുടിച്ച് തിരിച്ചു വന്നു. പക്ഷേ ഇപ്പോൾ ഇവിടെ ഒടുക്കത്തെ തണുപ്പാണ് ഗൈസ്. ഞാൻ റൂമിനകത്താണ് നിൽക്കുന്നത്, സ്വെറ്റർ ഇട്ടുകൊണ്ട് റൂമിനകത്താണ് നിൽക്കുന്നത്, ഫാനൊന്നും ഇട്ടിട്ടില്ല. ഇപ്പോൾ കംപ്ലീറ്റ്ലി എന്താ പറ്റിയെന്ന് അറിയത്തില്ല. ബാംഗ്ലൂർ നല്ല കോൾഡാണ്. ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള വീഡിയോസ് മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇന്ന് ഹുഡിയൊക്കെ ഇട്ടുകൊണ്ട് ജിമ്മിൽ പോകാൻ പറ്റുന്ന ടൈം. അപ്പം നമുക്ക് ജിമ്മിലേക്ക് പോകുന്നതിന് മുമ്പേ ഒരു പ്രീ വർക്കൗട്ട് റിച്വലുണ്ട്. അപ്പോൾ ഇന്ന് പ്രീ വർക്കൗട്ട് മീൽ കഴിക്കുന്നത് എങ്ങനെ കാണിച്ചു തരാം, എന്താണ് കഴിക്കുന്നത് എന്നുള്ളത് കാണിച്ചു തരാം. ഓൾറെഡി രാവിലെ ഞാൻ ഓട്സ് സെറ്റ് ചെയ്തിട്ട് പോയി. ഇപ്പം ഞാൻ കുറച്ചൊരു ഡൗൺ ടൈമിലായിരുന്നു. അപ്പം പിന്നെ എനിക്കൊരു മോട്ടിവേഷൻസും കാര്യങ്ങളും ഒന്നും കിട്ടുന്നില്ല. ഭയങ്കരമായിട്ട് ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒന്നും അങ്ങോട്ട് ലൈഫിൽ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. ചിലപ്പോൾ ഒക്കെ അങ്ങനെയാണ്, നമ്മൾ ലൈഫിൽ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും അതുപോലെ നടക്കത്തില്ല. ഒരു ഡൗൺ മൊമെൻ്റ് എന്ന് പറയത്തില്ലേ, ഭയങ്കരമായിട്ട് ഡൗൺ ആയിരിക്കുന്ന ഒരു മൊമെൻറ്റ്. നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. ഒന്നും പറഞ്ഞാൽ ഒന്നും, ഫിനാൻഷ്യലി, ഇമോഷണലി, ഫിസിക്കലി മൊത്തത്തിൽ ഒരു അല്ലാത്ത അവസ്ഥയിലായിരുന്നു കുറച്ച് നാളത്തേക്ക്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ തീരുമാനിച്ച് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പറ്റത്തില്ല. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഐ എം ലൂസിങ് വാട്ട് ഐ ഹാവ് ബിൽഡ്. സോ ഞാൻ ഡയറ്റ് അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. ഒന്നും നോക്കിയില്ല, ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഇതാണ് എൻ്റെ, കാണാൻ പറ്റുമോ, വെയിറ്റ്. അപ്പോൾ ഇതാണ് എൻ്റെ പ്രീ വർക്കൗട്ട് മീൽ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഓട്സ് ഉണ്ട്, കുറച്ച് മ്യൂസ്ലി ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇങ്ങോട്ട് കുറച്ച് സാധനങ്ങൾ കൂടി ചേർക്കാനുണ്ട്. അപ്പോൾ എന്തൊക്കെ ചേർക്കുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിനകത്തോട്ട് ഇനി ചേർക്കാനുള്ളത്, തറ വീടല്ലേ കുട്ടാ. അപ്പോൾ ഇതിനകത്തോട്ട് ഇനി ചേർക്കാനുള്ളത് പീനട്ട് ബട്ടർ. അതും കുറച്ചേ ഉള്ളൂ, ഒരു ഇച്ചിരി, ഒരു സ്പൂണിന് പോലും ഇല്ല. ഓക്കെ, ഒരു അര സ്പൂൺ. മധുരമില്ല, അതുകൊണ്ട് കുറച്ച് തേനും മധുരത്തിന് വേണ്ടി മാത്രം. അതിൻ്റെ കൂട്ടത്തിൽ ഒരു ബനാനയും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഒരു ബനാനയല്ല, ഹാഫ് ബനാന, വലിയ ബനാനയാണ്. ഒരു സ്കില്ല് കാണിച്ചു തരാം. മുട്ട പൊട്ടിച്ചിട്ട് അതിനകത്തുനിന്ന് എഗ്ഗ് യോക്കും സാധനവും സെപ്പറേറ്റ് ചെയ്യുന്ന നോക്കാം. കുറച്ച് നാളായി ചെയ്തിട്ട്, വർക്കൗട്ട് ആവുമെന്തോ. നടുക്കുന്ന ഇങ്ങനെ രണ്ടായിട്ട് പൊട്ടിക്കുക, എടുക്കുക. ഓക്കെ, ഇതിനകത്തുനിന്ന് അപ്പുറത്തേക്ക് ഇങ്ങനെ മാറ്റുക, ഇങ്ങനെ അപ്പുറത്തേക്ക് മാറ്റുക. കണ്ട, ഇങ്ങനെ ചെയ്യുമ്പം യോക്ക് വേറെ, വൈറ്റ് വേറെ ആവും. അത് കുറച്ച് സ്കില്ല് വേണം, ഇല്ലെന്നുണ്ടെങ്കിൽ പണി പാളും. സോ അതുകൊണ്ട് നോക്കി ചെയ്യുക. എന്നിട്ട് യോക്ക് അങ്ങോട്ട് മാറ്റി വെക്കുക. സോ ഇതുപോലെ എല്ലാ മുട്ടയിലും ചെയ്യാൻ നോക്കുക. കണ്ട, ഇങ്ങനെ പൊട്ടിച്ചെടുക്കുക. സോ ഇത് കുക്കിംഗ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മാസ്റ്റർ ഷെഫിൽ നിന്ന് പഠിച്ചെടുത്തൊരു സ്കില്ലാണ്. എൻ്റെ രാവിലത്തെ മീലും ഓൾമോസ്റ്റ് സെയിം ആണ്. ഓൾമോസ്റ്റ് സെയിം എന്ന് പറയുമ്പോഴത്തേക്ക് രാവിലെ ഓട്സ് തന്നെ, പക്ഷേ ഓട്സ് കുറച്ച് ക്വാണ്ടിറ്റി വ്യത്യാസമുണ്ട്. സോ എൻ്റെ പ്രീ വർക്കൗട്ട് മീൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കഴിച്ചിട്ട് ഐ സീ യു ഓൺ ദി ജിം, ബിക്കോസ് 6 മണിക്ക് എനിക്കൊരു മീറ്റിംഗ് കൂടി ഉണ്ട്. ഈവൻ ദോ ഇറ്റ്സ് സാറ്റർഡേ ഐ ആം വർക്കിംഗ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം ജിമ്മിലേക്ക് പോയി വർക്കൗട്ട് ചെയ്യാനും. ഇന്നത്തെ വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ ഫുൾ അപ്പർ ബോഡി സ്പ്ലിറ്റാണ്. അപ്പോൾ നമുക്ക് നേരെ ജിമ്മി വെച്ച് കാണാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഗൈസ്, ഇന്ന് ആരും വന്നിട്ടില്ലെന്ന് തോന്നുന്നു. കുറച്ച് പേരേ ഉള്ളൂ ജിമ്മിൽ. ഒടുക്കത്തെ തണുപ്പ് കേട്ടോ പുറത്ത്. ഞാൻ വരുമ്പം ഇതിട്ടിട്ട് പോലും എനിക്ക് നല്ലോണം തണുക്കുന്നുണ്ടായിരുന്നു. ഏകദേശം 6:30 ആവുന്നുള്ളൂ. ഞാൻ തിരിച്ച് വന്നപ്പോഴത്തേക്ക് ഏകദേശം 9 മണിയാവും. അപ്പോഴത്തേക്ക് ഇപ്പോൾ തണുപ്പ് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ ആരും ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് നല്ല രീതിയിൽ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം.
അടുത്ത വർക്കൗട്ട് നമുക്ക് പവറാക്കാം. കുറച്ച് ക്രിയാറ്റിൻ എടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ പിന്നെ ഒരു ഒഫീഷ്യലി ഒരു ബ്രാൻഡിൻ്റെയും ഇതല്ല, അത്ലറ്റല്ല. ജീൻസ് ഉണ്ടായിരുന്നു, ഞാൻ നിർത്തി. ജീൻസിക്കാർക്ക് ജാടാ വയ്ക്കണം. ജീൻസിക്കാർക്കേ ഭയങ്കര ജാട. ചുമ്മാ ജീൻസിക്കാരെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ ഇവിടെ ഞങ്ങൾ നോക്കിക്കൊണ്ടിരുന്ന ഹിന്ദിക്കാർ ഒരു ഏജൻറ്റാണ്. പുള്ളിക്കാരി പറ്റിച്ച്. പുള്ളിക്കാരി ഫോൺ എടുക്കത്തില്ല, പേയ്മെൻ്റ് ഒന്നും ഇതാക്കുന്നില്ല, സ്റ്റാഗ് വരുന്നില്ല. അപ്പം അങ്ങനത്തെ എല്ലാം വന്നപ്പോഴത്തേക്ക് കുറച്ച് നാളുകൊണ്ട് ഇനി വരാതായപ്പം ഞാനങ്ങ് നിർത്തി. പിന്നെ നമ്മൾ വെറുതെ അവർക്ക് സെയിൽസ് ചാർജ് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ, പ്രമോഷൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ദ ബാഡ് ടൈംസ്. നിങ്ങളുടെ ലൈഫിൽ എപ്പോഴെങ്കിലുമൊക്കെ ബാഡ് ടൈംസ് വരുമല്ലോ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യാറ്? ഡിപ്രഷൻ അടിച്ചിരിക്കുമോ, അതോ അതിനകത്ത് നിന്ന് പുറത്തു വരാൻ നോക്കുമോ? ഇപ്പം ഞാൻ എൻ്റെ അങ്ങനത്തെ ഒരു ഫേസിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഫിനാൻഷ്യലി കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫിനാൻഷ്യലി ഭയങ്കര ഒരു ഡൗൺ ഫേസിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇമോഷണലി അത് ബാധിക്കുന്നുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ യെസ്, ഒബിയസ്ലി ഇമോഷണലി അത് ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പോയി റെഡി ആയിട്ട് വരാം ഗൈസ്. സോ നമ്മൾ മേലിലോട്ട് പോവുകയാണ് ഗൈസ്. വാമപ്പൊക്കെ കഴിഞ്ഞിട്ട് മേലോട്ട് പോവാം. പിന്നെ അധികം ആൾക്കാരില്ലെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഇനി ആരെങ്കിലുമൊക്കെ വരുമോ എന്നറിയത്തില്ല. പിന്നെ എന്തായാലും നമുക്ക് അപ്പർ ബോഡി സ്പ്ലിറ്റ് ആയതുകൊണ്ട് എല്ലാ വർക്കൗട്ടും ചെയ്യണം. സോ അതൊരു വലിയ കാര്യമാണ്. അപ്പോൾ ഇന്ന് ടോട്ടലി കുറച്ച് പേരേ ഉള്ളൂ ഗൈസ്. അപ്പം ഇന്ന് നമുക്കുള്ളത് അപ്പർ ബോഡി സ്പ്ലിറ്റാണ്. അതിനകത്ത് ബാക്ക് ഉണ്ട്, ചെസ്റ്റ് ഉണ്ട്, ഷോൾഡർ ഉണ്ട്, ബൈസെപ്സ് ഉണ്ട്, ട്രൈസെപ്സ് ഉണ്ട്, ആബ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാ മസിൽസിൻ്റെയും 2 വേരിയേഷൻസ് വെച്ചാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ലാറ്റ്സ് വെച്ച് തുടങ്ങാം. ലാറ്റ്സ് വെച്ച് ലാറ്റ് പുൾ ഡൗൺ മെഷീനകത്താണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നലെ ഞാൻ വന്നിട്ടില്ല, റെസ്റ്റ് ഡേ ആയിരുന്നു. അതുകൊണ്ട് ഇന്ന് തുടങ്ങാൻ പോകുന്നത് ലാറ്റ്സ് വെച്ചിട്ടായിരിക്കും. സോ 3 വേരിയേഷൻസ്, 2 സെറ്റ്സ്, മാക്സിമം റെപ്പറ്റീഷൻ. ഹലോ. Is it on? She's a foreigner, guys. She's all the way from England. 100% South Indian. South Indian? You are not. Okay. She's from Bangalore, but she looks like a North Indian. First set അടിക്കാൻ പോവാ. 30, 45 each side, okay? അപ്പം 12 reps, 15 reps, അതാണ് ടാർഗറ്റ്. 2 സെറ്റല്ലേ ഉള്ളൂ. So 3, 4, 2, 5. നമ്മൾ ചെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. വർക്കിംഗ് സെറ്റ്.
Drop. ഈ ഇപ്പോഴും വർക്കൗട്ട് തീർന്നിട്ടില്ല. ഇനി ബാക്കിന് ഒരു വേരിയേഷൻ ഉണ്ട്, ചെസ്റ്റിന് ഒരു വേരിയേഷൻ ബാക്കിയുണ്ട്, ഷോൾഡറിന് ഒരു വേരിയേഷൻ ബാക്കിയുണ്ട്, ബൈസെപ്സ് ഉണ്ട്, ട്രൈസെപ്സ് ഉണ്ട്, ആപ്സ് ഉണ്ട്. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ തന്നെ എൻ്റെ ഒരു തീരുമാനമാവും. ഇപ്പോൾ തന്നെ നല്ലോണം കുഴഞ്ഞ് ഇതെന്താ എൻ്റെ ട്രൈപോഡ് തന്നെ താഴോട്ട് പോകുന്നത്. മൂവ്മെൻറ്റ് ഞാൻ ഇടുന്ന കണക്കുണ്ട്. എന്നാലും ഇപ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ പമ്പായിക്കുക. കുറച്ചും കൂടി ഒന്ന് ഫാറ്റ് കുറഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു 15% ബോഡി ഫാറ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്കൊരു കോമ്പറ്റീഷനെ കുറിച്ചൊക്കെ ചിന്തിക്കാം. അതുവരെ ഐ വോണ്ട് സേ എനിത്തിങ്, ബിക്കോസ് അതുവരെ നമുക്കൊരു 15% ആക്കാൻ പറ്റില്ല. ഈ ചാൻസ് ഇല്ല കോമ്പറ്റീഷൻ ചെയ്യാനുള്ള, പറ്റത്തില്ല. കാരണം റെഡി ആവത്തില്ല സ്റ്റേജ്. ഞാൻ വിചാരിക്കുന്ന ടൈമിനുള്ളിൽ സ്റ്റേജ് റെഡി ആവത്തില്ല. സോ ബിഫോർ ഐ സ്റ്റാർട്ട് എ പ്രെപ്പ് ഐ ഷുഡ് ബി അറൗണ്ട് 15% ബോഡി ഫാറ്റ്. സോ അങ്ങനെ നോക്കിയാൽ മാത്രമേ ശരിയാകത്തുള്ളൂ. അതുകൊണ്ട് അതാണ് ഇപ്പോഴത്തെ ടാർഗറ്റ്, 15% ബോഡി ഫാറ്റിലോട് എത്തിക്കുക എന്നുള്ളത്, അതും മസിൽ ലോസ് ഇല്ലാതെ. ടൈറ്റായിട്ടേ ഫ്ലെക്സ് ചെയ്യാൻ പോലും വയ്യ. ആദ്യം തീർന്നു ഗൈസ്. ഇനി അടുത്തതുള്ളത് ഷോൾഡറിന് ഒരു വേരിയേഷൻ, ബാക്കിൻ്റെ ഒരു വേരിയേഷൻ. അപ്പം ബാക്ക് ചെയ്തിട്ട് വരാം, അല്ലെങ്കിൽ ഷോൾഡർ ചെയ്യാം. ഷോൾഡർ സൈഡ് റേസസ് ഉണ്ട്, അപ്പോൾ കേബിളിൽ തന്നെ ചെയ്യാം. चलो
അങ്ങനെ എൻ്റെ വർക്കൗട്ട് കഴിഞ്ഞു. ഇപ്പോൾ സമയം 9:30 8:30 ആവാറായി. ഇനി നിന്ന് കഴിഞ്ഞാൽ മീൽ കഴിക്കാൻ ഡേറ്റ് ആവും. അതുകൊണ്ട് ഞാൻ ഇനി പെട്ടെന്ന് ഒരു 20 മിനിറ്റ്സ് അല്ലെങ്കിൽ 10-15 മിനിറ്റ്സ് എന്തെങ്കിലും ഒരു കാർഡിയോ ചെയ്തിട്ട് വീട് പിടിക്കാം. തണുപ്പ് കൂടി കാണും. ഇപ്പം ഒരുപാട് ഇതായി കഴിഞ്ഞാൽ പനി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് വീട്ടിൽ പോവാം. അതെൻ്റെ ഒരു ഫേവറേറ്റ് ടീഷർട്ടാണ്. ഗോക്കു ഡൺ ഡൺ. കുഴഞ്ഞെന്ന് പറഞ്ഞപ്പോൾ നല്ലോണം കുഴഞ്ഞു. ഞാൻ ഇപ്പോൾ പ്രീ വർക്കൗട്ട് ഒന്നും എടുക്കുന്നില്ല. ലൈക്ക് പ്രീ വർക്കൗട്ട് സപ്ലിമെൻ്റ് ആയിട്ടൊന്നും എടുക്കുന്നില്ല. ആ ഫുഡ് കഴിച്ചുകൊണ്ടില്ലേ, അത് മാത്രമാണ് എൻ്റെ പ്രീ വർക്കൗട്ട് ഇപ്പോഴത്തെ. അപ്പോൾ അത് മാത്രമായതുകൊണ്ട് നല്ല ടയേർഡാവും. സോ അതിൻ്റെ എനർജി എത്രത്തോളം ഉണ്ടോ അത്രയും മാത്രമേ വർക്കൗട്ടിന് എനർജി കാണത്തുള്ളൂ. ബാക്കി നമ്മൾ പുഷ് ചെയ്യണം. അപ്പോൾ ഇനി സൈക്ലിങ് നമുക്ക് ചെയ്യാം. ഒരു 15 മിനിറ്റ്സ് അതിനുള്ള എനർജിയെ കാണത്തുള്ളൂ. ഒരു 15 മിനിറ്റ്സ് ചെയ്തിട്ട് വീട്ടിൽ പോവാം. ടൈമർ വെച്ചേക്കാം. 15 മിനിറ്റ്സ്. ഓക്കെ, ലെറ്റ്സ് ഡു സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് ചെയ്താൽ മതി. പിന്നെ ഞാൻ പറഞ്ഞ കണക്ക് എൻ്റെ വെയിറ്റ് ഇപ്പോൾ ഏകദേശം 81 അടുപ്പിച്ചിട്ട് നിൽക്കുന്നത്. ഞാൻ 85 എൻ്റെ ഫാറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പം 2.5 മാസം കൊണ്ട് ഞാൻ 81 ആക്കിയിട്ടുണ്ട്. ഇന്ന് രാവിലെ നോക്കിയപ്പോൾ 81.75 എങ്ങാണ്ടായിരുന്നു. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള പ്രോസസ്സ് ഒരു 72 നിന്ന് എത്തിച്ച് കഴിഞ്ഞാൽ 72 നിന്ന് ഒരു പ്രെപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുവാണെങ്കിൽ സെറ്റായിരിക്കും. പക്ഷേ 72 വരെ എത്തിക്കുക എന്ന് പറയുന്നത്, മസിൽ ലോസ് ഇല്ലാതെത്തിക്കുക എന്ന് പറയുന്നത് ഭയങ്കര പാടായിട്ടുള്ളൊരു പരിപാടിയാണ്. അത് പ്രോപ്പറായി ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അടുത്ത വർഷം ഒരു കോമ്പറ്റീഷൻ നമ്മൾ എന്തായാലും ചെയ്യും. സോ ഞാൻ ഡിക്ലെയർ ചെയ്യാത്തത് വേറൊന്നും കൊണ്ടല്ല. ചിലപ്പോൾ ഞാൻ ഇടയ്ക്ക് വെച്ച് ഈ പ്രെപ്പ് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. ഫിനാൻഷ്യലി ഞാൻ പറഞ്ഞില്ലേ, ഫിനാൻഷ്യലി കുറച്ച് ഡൗൺ ആണ്. അപ്പം എല്ലാ ചിലവും എൻ്റെ കയ്യിൽ നിന്നില്ലെന്നുണ്ടെങ്കിൽ പ്രെപ്പ് പകുതിക്ക് വെച്ച് നിർത്തേണ്ടി വരും. എന്തായാലും നമ്മൾ രണ്ടും കൽപ്പിച്ച് തുടങ്ങുവാണ്. പക്ഷേ ഞാൻ ഒഫീഷ്യലി ഒന്നും പറയുന്നില്ല. ബിക്കോസ് എപ്പോൾ വേണമെങ്കിലും നിർത്താവുന്നൊരു സാഹചര്യത്തിലൊരു പ്രോപ്പർ സപ്ലിമെൻറ്റ്സ് ഒന്നും എൻ്റെ കയ്യിലില്ല. അത് അഫോർഡ് ചെയ്യാനുള്ളൊരു ബഡ്ജറ്റ് ഇപ്പോൾ എൻ്റെ സാഹചര്യത്തിൽ എനിക്കില്ല. കാരണം പ്രോട്ടീൻ മാത്രം പോരാ, വേറെ പല ന്യൂട്രീഷ്യൻസ് ആയിട്ടുള്ള കാര്യങ്ങളും വേണം. ഇപ്പോൾ ഫുഡ് തന്നെ നല്ല രീതിയിലൊരു ചിലവാകും. കോമ്പറ്റീഷൻ്റെ രജിസ്ട്രേഷൻ നല്ല ചിലവാകും. പിന്നെ പ്രെപ്പിന് അത്യാവശ്യം നല്ല രീതിയിൽ ചിലവുണ്ട്. സോ ഇതെല്ലാം കൂടി എൻ്റെ ബഡ്ജറ്റിൽ ഒതുങ്ങുകയാണെന്നുണ്ടെങ്കിൽ 2026 നമ്മൾ ഒരു സ്റ്റേജ് ചെയ്യും. അതൊരു പ്രോപ്പർ സ്റ്റേജ് ആയിരിക്കും. സോ അതുവരെ എന്താ പറയുക, ഒരു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു മൈൻഡ് സെറ്റിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഇത് മാത്രമേ ഇപ്പോൾ എനിക്കുള്ളൂ. കാരണം മെൻ്റലി പീസ്ഫുൾ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രെപ്പ് പ്രോപ്പറായിട്ട് നിർത്താൻ പറ്റത്തില്ല. ഒരു മെൻ്റൽ പീസ് വേണം ഫസ്റ്റ്. ആ മെൻ്റൽ പീസ് കിട്ടുവാണെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. സോ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ആ ഒരു മെൻ്റൽ സ്ട്രെങ്ത് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. എൻ്റെ കയ്യിലേക്ക് എൻ്റെ കൺട്രോൾ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഫസ്റ്റ് വേണ്ടുന്നത്. ഇറ്റ്സ് വെരി ഹാർഡ് ഗൈസ്. സംടൈംസ് മിഡിൽ ക്ലാസ് ആയിട്ട് നിന്നിട്ട് നമുക്ക് നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി ഓടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. പ്രത്യേകിച്ച് വേറെ സപ്പോർട്ടോ ബാക്കപ്പോ ഒന്നും ഇല്ലാത്തപ്പം നമ്മൾ തന്നെ എല്ലാം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് ഈസി. പിന്നെ ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ കോണ്ടൻറ്റ് ക്രിയേഷൻ കാര്യങ്ങളൊക്കെ നോക്കി, പക്ഷേ അതും അങ്ങോട്ടൊന്നും വർക്കൗട്ട് ആകുന്നില്ല. എന്ത് പറയാനേ, എല്ലായിടത്തുനിന്നും ഒരു കട്ട നെഗറ്റീവ് വൈബാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ നെഗറ്റീവ് എല്ലാം മാറ്റി നിർത്തി അതിനകത്തും പോസിറ്റീവ് കണ്ടുപിടിക്കാനാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. എത്രത്തോളം പോകാൻ പറ്റുമോ അത്രത്തോളം ഞാൻ പോവും. അപ്പോൾ എന്തായാലും ഞാൻ ചിലപ്പം ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി വീട്ടിൽ പോയിട്ട് ഫുഡ് ഉണ്ടാക്കി കഴിച്ചിട്ട് കിടന്നുറങ്ങാം. അത് മാത്രമേ പരിപാടിയുള്ളൂ. നൈറ്റ് ഫുഡൊന്നും പ്രത്യേകിച്ചായിട്ടൊന്നുമില്ല. നേരെ പോവുക, കുറച്ച് ചിക്കൻ കുക്ക് ചെയ്യുക, ചോറ് കുക്ക് ചെയ്യുക, കഴിക്കുക, കിടന്നുറങ്ങുക. അപ്പം ഞാൻ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ വീഡിയോ വരുന്നതായിരിക്കും. ലോങ് വീഡിയോ ആയിട്ട് തന്നെ വരുന്നതായിരിക്കും. കോമ്പറ്റീഷൻ പ്രെപ്പിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ അതിനകത്തായിരിക്കും വരുന്നത്. സോ സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്ത് വെച്ചേക്കുക. കാരണം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2026 നമ്മൾ എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത്.
സോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, എൻ്റെ കണ്ടൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഏകദേശം ഒരു 1500 സബ്സ്ക്രൈബേഴ്സ് അടുക്കാറായിട്ടുണ്ട്. സോ കീപ് സപ്പോർട്ടിങ്. See you on the next video. Until then, bye bye guys.